വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കുടുംബ വീട്ടിൽ പോയിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞാനും ശിവകുട്ടിയും കൂടെ പോയി. ഇതാ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ചാമ്പ മരമാണ്. ഇതാ നിറയെ കാച്ചിട്ടുണ്ട്, എല്ലാ വർഷവും നിറയെ കായ്ക്കാറുണ്ട് കേട്ടോ. കുറേയൊക്കെ നമ്മൾ എടുക്കും, പിന്നെ കുറേയൊക്കെ വീണു പോകും. പക്ഷേ എല്ലാ വർഷവും ഇതിൽ നിന്ന് ചാമ്പയ്ക്ക ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ചാമ്പയ്ക്ക പറിച്ചെടുക്കാവേ. ചെറിയൊരു മഴ പെയ്ത് കിടക്കുന്ന സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഇലയിലും ചാമ്പമരത്തിലും നിറയെ വെള്ളം ഉണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ മേത്തോട്ടൊക്കെ വീഴുന്നുണ്ട്. പിന്നെ ചാമ്പങ്ങ പറിക്കാൻ പോകുമ്പോഴും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ളത് ശ്രീകുട്ടനും അതുപോലെ തന്നെ ശിഖക്കുട്ടിയൊക്കെയാണ് കേട്ടോ. നേഹ അവിടെ ഇല്ലായിരുന്നു. നേഹ റെഡി ആവാനും കുളിക്കാനും ഒക്കെ ആയിട്ട് വൈകുന്നേരം ആയില്ലേ, അത് കാരണം വിളക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് പോയതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളിത് ആ ചാമ്പയ്ക്കൊക്കെ എടുത്ത് നേരെ വന്ന് വീട്ടിലിരുന്ന് ചാമ്പയ്ക്ക കഴിക്കുവാണ് കേട്ടോ. ചാമ്പയ്ക്കയിൽ ശ്രീകുട്ടന് മുളക് പൊടിയൊന്നും ചേർക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. വാഴയിലക്കകത്താണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ഞാൻ ശ്രീകുട്ടന് വേണ്ടിയിട്ട് ഉപ്പ് മാത്രം ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഉപ്പും കൂട്ടി നേരെ ശ്രീകുട്ടൻ ചാമ്പയ്ക്ക കഴിക്കുവാണ്. ശ്രീകുട്ടന് ഇങ്ങനെ ചാമ്പയ്ക്കയും മാങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പ് കൂട്ടി കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്ത് ജോലി ചെയ്യാൻ വിളിച്ചാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വിളിച്ചാൽ ഓടി വരും. അത് ശ്രീകുട്ടന് വലിയ ഇഷ്ടമാണ്. എൻ്റെ കൂടെ ഇങ്ങനെ വന്ന് മാങ്ങ എടുക്കുന്നതും ചാമ്പയ്ക്ക പറിക്കുന്നതും ഇതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ശിഖക്കുട്ടിക്ക് അങ്ങനെ തന്നെ എരിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എരി കഴിച്ചിട്ടില്ല കേട്ടോ. മുളക് പൊടി കൊടുത്തില്ല, ഉപ്പ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കാക്കയൊക്കെ അതിൻ്റെ കൂടുകളിലേക്ക് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ചാമ്പങ്ങ കഴിക്കുമ്പോൾ മുഴുവൻ ചർച്ചയും കാക്ക വീട്ടിൽ പോകുന്നതിൻ്റെ കഥയായിരുന്നു കേട്ടോ. അതായിരുന്നു ശ്രീകുട്ടൻ പറഞ്ഞത്. എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ കുഞ്ഞെ, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ, കാക്കയുടെ പാട്ടൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ